ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2015 പുറത്തിറങ്ങിയ സെക്കൻഡ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൈഫൈ അഡ്വഞ്ചർ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ ആഫ്റ്റർ ദ എൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ഞാൻ ചെയ്തിരുന്നു. അതിലാണെങ്കിൽ 1000 ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മറ്റൊരു മൂവി കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു മൂവിയാണിത്. അപ്പോൾ ആഫ്റ്റർ ദ എൻഡ് എന്ന് പറഞ്ഞ ആ ഒരു മൂവിയിൽ നമ്മൾ എങ്ങനെയാണോ കണ്ടത് അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതുകൊണ്ട് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ആ ഒരു നോട്ടിഫിക്കേഷനും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇനി എന്താണ് നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ ബാഴ്സലോണ എന്ന് പറഞ്ഞൊരു നഗരമാണ് കാണിക്കുന്നത്. അതും സിറ്റിയിൽ നിന്നും 120 കിലോമീറ്റർ കുറച്ച് അകലെയുള്ള ഒരു കാട് പ്രദേശം. അതിനടുത്തുള്ള മറ്റൊരു ചെറിയ പട്ടണവും കാണിക്കുന്നുണ്ട്. അതുമല്ല ആ ഒരു കാടിനുള്ളിലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ താമസിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു പട്ടണത്തിലെ ഒരു കാർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ടിഡാക്ക് എന്നാണ് അവന്റെ പേര്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഹീറോയെ സാം എന്ന് വിളിക്കാം. അങ്ങനെ അവനാണെങ്കിൽ ഒരു മെക്കാനിക് ഷോപ്പിൽ അവിടെയുള്ള ആ ഒരു ഗ്യാരേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവിടെയുള്ള റേഡിയോയിൽ ഈ കാലാവസ്ഥാ നിരീക്ഷകരുണ്ടല്ലോ, അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. കാലാവസ്ഥയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും ആകാശത്ത് എന്തോ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു മെക്കാനിക് ഉണ്ടല്ലോ, അയാൾ സാമിനോട് പറയും, ഇവർ പറയുന്നതൊന്നും സത്യമല്ല, ഇതെല്ലാം ഏലിയൻസ് ഭൂമിയിലേക്ക് വരാൻ പോകുന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഏലിയൻസ് ഇവിടേക്ക് വന്ന് നമ്മുടെ അറ്റാക്ക് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും, അതാണിപ്പോൾ നടക്കാൻ പോകുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഇവരൊന്നും അത് വലിയ കാര്യമാക്കുന്നില്ല ഈ റേഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ, അവളുടെ പേര് ആൽബ എന്നാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് തന്നെ 2 വശങ്ങളിലായിട്ട് എന്തോ വലിയൊരു പൂന്തോട്ടമുണ്ട്. അതിലെ ആ ഒരു തേനെടുക്കാനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് വന്ന തേനീച്ചകളുണ്ടല്ലോ, ആ ഒരു തേനീച്ചകളെല്ലാം ഇപ്പോൾ റോഡിൽ ഒരുപാടെണ്ണമായിട്ട് ഇങ്ങനെ ചത്ത് കിടക്കുന്നു. 1-2 തേനീച്ചകൾ ചാവുന്നത് സാധാരണ വിഷയമാണ്. പക്ഷെ ഒരുപാട് തേനീച്ചകൾ ചാവുമ്പോൾ അതിലെന്തോ സംതിങ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഹീറോയിൻ ആ ഒരു കാര്യം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഡയറിക്ക് പകരം ഉപയോഗിക്കുന്നത് അവളുടെ മൊബൈൽ ഫോണാണ്. അതിൽ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും. അതുപോലെ അത് കഴിഞ്ഞിട്ട് അവൾ നേരെ വന്നിരിക്കുന്നത് അവളുടെ അച്ഛൻ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഈ പഴയകാല കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരാളാണ് ആർക്കിയോളജിസ്റ്റ് പോലത്തെ. അങ്ങനെ അയാളാണെങ്കിലും ഒരു ഗുഹയ്ക്കകത്ത് എന്തോ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് വരുന്ന സമയത്ത് ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ അച്ഛനെ കാണാൻ പോകാനെന്നും പറഞ്ഞ് ആ ഒരു കാര്യം വീഡിയോ എടുത്തിട്ട് നേരെ ആ ഒരു ഗുഹയ്ക്കകത്ത് ഈ കാര്യം ചെല്ലും. എന്നിട്ട് അവളുടെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കും, അച്ഛാ എളുപ്പത്തിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പറയുമ്പോൾ അയാളാണെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതേ സമയം തന്നെ ഇപ്പോൾ വെളിയിൽ ആകാശത്ത് കാണിക്കുമ്പോൾ നല്ല രീതിയിൽ ഇടിയും മിന്നലെല്ലാം ഉണ്ട്. പകൽ സമയത്ത് ഇതുപോലെ വലിയ രീതിയിൽ ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മെക്കാനിക് ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന നമ്മുടെ ഹീറോ ഉണ്ടല്ലോ സാം, അവനെ കാണാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഹീറോയും വരികയാണ്. വേറെ ഒന്നുമല്ല, അവന് വേണ്ടിയിട്ട് ഈ ട്യൂഷൻ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. അതും ഇംഗ്ലീഷിലാണ്, കാരണം സാമിന് ഇംഗ്ലീഷ് അത്ര വലിയ രീതിയിൽ അറിയത്തില്ല. അപ്പൊ സാമിന്റെ അമ്മ ആൽബയുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൻ നല്ലതുപോലെ പഠിക്കത്തില്ല, ഇവനെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ സാം അവന്റെ ഫുട്ബോൾ എടുത്ത് കാണിച്ചിട്ട് ഒരു ദിവസം ഞാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കും എന്നെല്ലാം പറഞ്ഞ് ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാമിന്റെ അമ്മയായാലും ഹീറോയിനോട് ഒരുപാട് നേരം സംസാരിച്ച് ഇവർ രണ്ടുപേരും മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഈ ആകാശം എന്തൊക്കെയോ പ്രത്യേകതകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ആ ഒരു നായ നല്ലതുപോലെ കുരയ്ക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ സാമിനെ അവന്റെ അമ്മ വീട്ടിലേക്ക് പറഞ്ഞുവിടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അവളുടെ അച്ഛൻ ബാഗ് സാധനങ്ങളെല്ലാം എടുത്ത് അയാളുടെ ഓഫീസിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. കാരണം അയാളുടെ ഓഫീസ് ഈ ഒരു ബാഴ്സലോണ സിറ്റി ഉണ്ടല്ലോ അവിടെയാണുള്ളത്. അങ്ങനെ അവിടേക്ക് പോകാനായിട്ട് അയാൾ റെഡിയായി ഹീറോയിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഹീറോയിൻ അതിന് സമ്മതിക്കില്ല. അച്ഛൻ നിങ്ങളുടെ കയ്യിൽ അഴുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ഒഴിവായി പോവാണ്. അങ്ങനെ അവളുടെ അച്ഛനായാലും ശരിയെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ, ശരി നാളെ രാത്രി വരെ ഞാൻ എന്തായാലും തിരിച്ചു വരത്തില്ല, അത് കഴിഞ്ഞേ ഞാൻ വരത്തുള്ളൂ, സേഫായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ നമ്മുടെ സാമിന് ട്യൂഷൻ എടുക്കാനായിട്ട് അവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. പോകുന്ന വഴിക്കാണ് ഒരു കാര്യം കാണുന്നത്. സാമിന്റെ സുഹൃത്തുക്കളുണ്ടല്ലോ അവരെല്ലാം കൂടി സാമിനെ നല്ലതുപോലെ ഉപദ്രവിച്ചിട്ട് അവനെ ഇപ്പോൾ എടുത്ത് അടുത്തുള്ള ആ ഒരു പുഴയിലേക്ക് എടുത്ത് എറിയാൻ പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ഈ ഒരു കാര്യം കണ്ട് അവരോട് ഇങ്ങനെ വിളിച്ച് പറയുന്നത്, ഏയ് അവനെ എടുത്ത് എറിയരുത്, സാമിനെ നീന്തൽ അറിയത്തില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ അവര് സാമിനെ എടുത്ത് ആ ഒരു പുഴയിലേക്ക് ഒരു ഒറ്റയേറ്. അങ്ങനെ നമ്മുടെ സാമായാലും വെള്ളത്തിൽ കിടന്നിട്ട് അവന് നീന്തൽ അറിയാതെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിനെ പോവാണ്. അതേസമയം വെളിയിൽ ആകാശത്ത് കാണിക്കുമ്പോൾ ഇപ്പോൾ മേഘങ്ങളെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഇരുണ്ടു, നല്ല രീതിയിൽ ഇടിയും മിന്നലെല്ലാം വരുന്നുണ്ട്, എന്തോ ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്നത് പോലെ. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ഹീറോയിൻ നേരെ സാമിനെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. പക്ഷെ അതേ സമയമാണ് വെളിയിൽ ആ വലിയൊരു നാശം, എന്തോ ഒരു ഉൽക്കയോ എന്തോ ആണെന്ന് തോന്നുന്നു, ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നത് പോലെ. പക്ഷെ ഇവർ രണ്ടുപേരും വെള്ളത്തിനടിയിലായതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിനായാലും വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് സാമിനെ എങ്ങനെയെങ്കിലും കരയിലേക്ക് കൊണ്ടുവരാണ്. പക്ഷെ കരയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു വലിയ അപകടം ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞു. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ
ഇവരിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു ഒറ്റ മനുഷ്യർ പോലും ഇല്ല ഇവരല്ലാതെ. അങ്ങനെ നമ്മുടെ സാമിന്റെ വീടും അവിടെ അടുത്താണ്. അവൻ ഓടി അവന്റെ വീടിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ വീട് പൂർണ്ണമായിട്ട് കത്തി നശിച്ചു. അതിനുള്ളിൽ പെട്ട് നമ്മുടെ സാമിന്റെ അമ്മയും മരിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ അവന് വളരെ സങ്കടമുണ്ട്. നല്ലതുപോലെ കരയെല്ലാം ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വീടെല്ലാം നഷ്ടപ്പെട്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഇരുന്നേ പറ്റൂ. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും അവളുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കുന്ന ആ ഒരു വലിയ ഗുഹയുണ്ട്, അതിനകത്തേക്ക് സാമിനെ കൂട്ടിയിട്ട് പോവും. പക്ഷെ അതിനുള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ സാമിന് നല്ല വിഷമമുണ്ട് അവൻ്റെ അമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട്. അപ്പോൾ ഹീറോയിനാണ് അവനെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ ഹീറോയിൻ്റെ അച്ഛൻ ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ കുറച്ച് സാധനങ്ങൾ ഒരു പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതിലെടുത്ത് നോക്കുമ്പോൾ അതിൽ ഈ തീ കത്തിക്കാനുള്ള ലൈറ്ററും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ച് അവർ തീയെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം ചോദിക്കുന്നത്, ഇവിടെ എന്താ ഇപ്പോൾ സംഭവിച്ചേ? എനിക്കൊന്നും അറിയത്തില്ല. ഒരുപക്ഷെ ഏലിയൻസ് ആയിരിക്കോ എന്ന് സാം ചോദിക്കുമ്പോൾ, ഒരിക്കലും ഏലിയൻസ് ആവാനായിട്ട് സാധ്യതയില്ല, വേറെ എന്തോ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഭൂമിയിൽ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. അതിലൊരുപാട് മനുഷ്യർ ഇല്ലാതായി. ഇവർ രണ്ടുപേരും മാത്രമാണ് ഇനി ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ രണ്ടുപേരും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആകാശമല്ല ഇപ്പോൾ നോർമലായിട്ടുള്ള അവസ്ഥയിലായി. പക്ഷേ ഒരൊറ്റ മനുഷ്യർ പോലും ഈ ഒരു സ്ഥലത്ത് ജീവിക്കുന്നില്ല. മനുഷ്യർ മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങളും. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ വരുന്നത് ഹീറോയിന്റെ വീട്ടിലേക്കാണ്. അവളുടെ വീട് വന്ന് നോക്കുമ്പോൾ അതും തകർന്നു കിടക്കുന്നു. ഇത് കാണുന്നതും ഹീറോയിൻ നല്ലതുപോലെ ഷോക്കായിട്ട് വിഷമിക്കുകയാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരും വീടിനകത്തേക്ക് കയറിയിട്ട് എന്തെങ്കിലും വർക്കാവുന്നില്ല നോക്കുമ്പോൾ TV ഒന്നും പ്രവർത്തിക്കുന്നില്ല, റേഡിയോ വർക്കാവുന്നില്ല. പക്ഷേ ഈ ഒരു സോളാർ ചാർജർ ഉണ്ടല്ലോ, അത് മാത്രം വർക്കാവുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഹീറോയിൻ അവളുടെ ഫോൺ ചാർജ് ചെയ്യും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ സിറ്റിയിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി രണ്ടുപേരും നേരെ അടുത്തുള്ള ആ ഒരു സിറ്റിയിലേക്ക് വന്ന് നോക്കുകയാണ്. പക്ഷേ അവിടെയുള്ള എല്ലാ ബിൽഡിങ്ങും തകർന്ന് ഒരൊറ്റ മനുഷ്യനെ പോലും കാണാനില്ല, എല്ലാവരും നശിച്ചു. അതുമല്ലാതെ അടുത്ത് ഒരു പോലീസ് കാർ കിടക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ സാം ഒരു തോക്ക് ഇങ്ങനെ എടുക്കുകയാണ്. ഇത് കാണുമ്പോൾ ഹീറോയിൻ പറയും, ഏയ് അതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ആ ഒരു തോക്ക് തിരിച്ചു വെക്കാനായിട്ട് പറയും. അതേസമയം അവിടെ സ്കൂട്ടറുണ്ട്, അതെടുത്തിട്ട് അടുത്ത സിറ്റിയിലേക്ക് പോകാമെന്നും പറഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ നമ്മുടെ സാം ആണെങ്കിലും ഓക്കെ തള്ളി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുറകെ നിന്നിങ്ങനെ തള്ളുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇല്ല വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ തള്ളുന്ന സമയത്ത് ഹീറോയിൻ അത് ബാലൻസ് ചെയ്യാൻ കഴിയാതെ മറിഞ്ഞു വീഴുമ്പോൾ അടുത്തുള്ളൊരു കമ്പിയുടെ മുകളിലേക്കാണ് അവൾ വന്ന് വീഴുന്നത്. അവളുടെ വയറാണെങ്കിലും നല്ലതുപോലെ കീറിപ്പോയി. അവൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ സാം അവളോട് പറയും, എനിക്ക് ട്രക്ക് ഓടിക്കാൻ അറിയാം എന്നെല്ലാം പറയുമ്പോൾ അതൊന്നും അവൾ വലിയ കാര്യമാക്കാതെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും നേരെ വീട്ടിലേക്ക് വന്ന് കിടന്ന് ഉറങ്ങാണ്. കുറേ കഴിഞ്ഞിട്ട് ഹീറോയിൻ എഴുന്നേറ്റ് അവളുടെ ഫാമിലി ഫോട്ടോസ് എല്ലാം നോക്കിയിട്ട് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. കാരണം അവളുടെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേന്ന് പോലും അവൾക്ക് അറിയത്തില്ല. അതുമല്ല അവളുടെ മുറിവിനാണെങ്കിൽ അവൾ ഇപ്പോഴും മരുന്ന് വെച്ചിട്ടില്ല, അത് താനെ ഉണങ്ങുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ 2 ദിവസങ്ങൾക്ക് ശേഷം ഹീറോയിൻ തന്റെ മൊബൈൽ എടുത്തിട്ട് ഇവരുടെ ആ ഒരു കാര്യം അത് വീഡിയോ ആയിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. ഇപ്പോൾ 2 ദിവസമായി. ഈ 2 ദിവസത്തിലും ഞങ്ങൾ മറ്റൊരു മനുഷ്യനെ പോലും ഇതുവരെയും കണ്ടിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല എന്നെല്ലാം വളരെ വിഷമത്തോടെ ആ ഒരു വീഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ രാത്രിയാവുന്ന സമയത്ത് ആ ഒരു മുറിവ് കാരണം ഹീറോയിന് നല്ല രീതിയിൽ പനിക്കാൻ തുടങ്ങി. അങ്ങനെ സാമായാലും ആ ഒരു മുറിവ് നോക്കുമ്പോൾ അത് ഉണങ്ങുന്നില്ല. അപ്പോൾ സാം ചോദിക്കും, അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഒരു മരുന്നുണ്ട്, അത് നീ പോയി എടുത്തുകൊണ്ട് വരണം, സിറ്റിയിലേക്ക് പോകണം, ഇപ്പൊ തന്നെ പോകണമെന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ലില്ല ഞാൻ നാളെ പോവാന്ന് പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഇരുട്ടെന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ്. അപ്പോൾ ഹീറോയിനായാലും ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് അവളെ ഉറക്കി കിടത്തിയിട്ട് കുറച്ച് രാത്രിയാവുമ്പോൾ നമ്മുടെ സാം ഇപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു രാത്രിയിൽ മരുന്നെടുക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഇരുട്ടുണ്ട്, അവന് പേടിയാവുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിന്റെ ജീവൻ രക്ഷിക്കണമല്ലോ, അതുകൊണ്ട് അവനൊന്നും നോക്കാതെ ആ ഒരു ഇരുട്ട് തന്നെ വെളിയിലേക്ക് പോയിട്ട് ആ ഒരു മരുന്ന് എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്ന് അത് അവളുടെ ശരീരത്തിലേക്ക് കൊത്തിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ സാം ഇപ്പോൾ വെളിയിൽ വന്നിരുന്ന് നല്ലതുപോലെ വിഷമിക്കുകയാണ്. അവൻ്റെ അമ്മ പോയതുകൊണ്ട് ആ ഒരു വിഷമം അവൻ ഇപ്പോഴും മാറുന്നില്ല, ചെറിയ പയ്യനല്ലേ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അവൻ ജോലി ചെയ്യുന്ന ആ ഒരു ഗ്യാരേജിലേക്ക് ഇങ്ങനെ വരും. വന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആ ഒരു വലിയ വണ്ടി അതിപ്പോഴും കുഴപ്പമില്ലാതിരിക്കുകയാണ്. കാരണം വെളിയിലുള്ള വാഹനങ്ങളൊക്കെയാണ് കേടായത്, ഇതിന് വലിയ കുഴപ്പമില്ല ഗ്യാരേജിനുള്ളിലായതുകൊണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ തിരിച്ചെഴുന്നേറ്റ് വരികയാണ്. കാരണം ആ ഒരു മുറിവെല്ലാം മാറിയിട്ടുണ്ട്. അത് കാണുന്നത് നമ്മുടെ സാമിനി നല്ല സന്തോഷമായിട്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഏയ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി എന്തായാലും ഞാൻ ഒറ്റയ്ക്കാവത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും വെളിയിലേക്ക് വന്ന് ആഹാരമെല്ലാം കഴിക്കുന്ന സമയത്താണ് അടുത്തുള്ളൊരു പുഴയിലൂടെ ഒരു ഫുട്ബോൾ ഒഴുകി പോകുന്നത് നമ്മുടെ സാമ കാണുന്നതും ഓടി ചെന്നിട്ട് അതെടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാവുമ്പോൾ സാമാണെങ്കിലും നല്ല ഉറക്കം. പക്ഷെ ഹീറോയിൻ ആണെങ്കിലോ അവൾ ഇപ്പോഴും വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യം വേറെ ഒന്നുമല്ല, എൻ്റെ അച്ഛൻ തിരിച്ചു വരുമോ ഇല്ലയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, പക്ഷേ അച്ഛൻ വരുന്നതുവരെ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുറെ കൂടി ദിവസങ്ങൾ കഴിഞ്ഞു. നമ്മുടെ സാം ആണെങ്കിലും കുറച്ചുകൂടി വലുതായി.
അങ്ങനെ ഒരു ദിവസം അവൻ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് ബെഡിൽ രക്തം കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആരോ അറ്റാക്ക് ചെയ്ത് തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് അവൻ അവരെ സൈക്കിളും എടുത്ത് വെളിയിലേക്ക് ആ ഒരു സ്ഥലം മുഴുവനായിട്ട് ചുറ്റി നടന്ന് ആൽബ ആൽബ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് പോവാണ്. പോകുമ്പോഴത്തേക്ക് ഒരു പുഴയുടെ അടുത്തായിട്ട് നമ്മുടെ ഹീറോയിൻ നിൽപ്പുണ്ട്. എന്ത് പറ്റി, ബെഡിൽ ബ്ലഡ് ആയല്ലോ എന്നെല്ലാം പറയുമ്പോൾ അവൾ പറയും, ഹേയ് അതൊന്നുമില്ല, അത് നോർമലായിട്ട് വരുന്ന പീരിയഡ്സ് ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവൻ കുട്ടിയായതുകൊണ്ട് അതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തില്ല. അങ്ങനെ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ആ ഒരു പോലീസ് വണ്ടിയിൽ നിന്നും ആ ഒരു തോക്കെടുത്തുകൊണ്ട് വന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട് ഹീറോയിൻ അവിടേക്ക് ഓടി വന്നിട്ട് ഏയ് നീ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവർ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അവൻ അത് കൊടുക്കാൻ തയ്യാറാവത്തില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പരിക്ക് പറ്റും എന്നെല്ലാം പറയുമ്പോൾ അവൻ പറയും, ഈ വീട്ടിലിപ്പോൾ നിന്നെ സംരക്ഷിക്കാനായിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ നമ്മുടെ ആൽബ പറയും, ഹേയ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്, നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവിടെ ആരും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയുമ്പോൾ സാം അതൊന്നും വലിയ കാര്യമാക്കാതെ ആ ഒരു തോക്കും കൊണ്ട് അങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും മാസങ്ങളെല്ലാം ഇങ്ങനെ കടന്നു പോവാണ്. ഇപ്പോൾ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങാണ്. കാരണം ഹീറോയിൻ്റെ അച്ഛൻ്റെ ബുക്കിൽ ഈ കൃഷി ചെയ്യുന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് നോക്കി ഇവർ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. അതുമല്ല പാചകം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ള ബുക്കുണ്ട്, അതിൽ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോഴും നമ്മുടെ ഹീറോയിൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോഴും നിർത്തിയിട്ടില്ല. അവൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോലെ ജീവനുള്ള മനുഷ്യരെ ഞങ്ങൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല, പക്ഷേ ജീവജാലങ്ങളെല്ലാം തിരിച്ചു വന്നു, പുഴയിൽ മീൻ വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവളിങ്ങനെ പറയുന്നുണ്ട്. അതുമല്ലാതെ ഇവർ കൃഷി ചെയ്യുന്ന ആ ഒരു കാര്യം നല്ലതുപോലെ കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്, ഞങ്ങൾ കൃഷി ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് തക്കാളി, കോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാണ്. പക്ഷെ ഇവരുടെ കയ്യിൽ എന്തായാലും കറണ്ട് ഇല്ല. ആ ഒരു സോളാർ ചാർജർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അവൾ ഫോണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ നമ്മുടെ സാം ആണെങ്കിൽ വളർന്നിട്ട് പ്രായപൂർത്തിയായി. അതുകൊണ്ട് തന്നെ അവൻ ഷർട്ട് വരുമ്പോഴത്തേക്കും അവൻ്റെ സിക്സ് പാക്ക് കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് തന്നെ ചെറിയ രീതിയിൽ നാണം വരുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാം ഇപ്പോൾ ആ തോക്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവൻ എന്നും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നല്ലതുപോലെ ഷൂട്ട് ചെയ്ത് പഠിച്ചു. അതുമല്ല ഉന്നം വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, ഈ TV, ക്ലോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നു. അത് പെട്ടെന്ന് അവൻ ഷൂട്ട് ചെയ്ത് തകർക്കുന്നത്. ഹീറോയിൻ ഓടി വന്നിട്ട് എൻ്റെ ഫോൺ ഷൂട്ട് ചെയ്തതെന്നും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഒന്ന് ദേഷ്യപ്പെടുമ്പോൾ അവൻ പറയും, വിഷമിക്കുന്ന വേണ്ടതേ അവിടെ നോക്കുമെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതുപോലെ പഴയ ഒരുപാട് ഫോണുകൾ ഇവ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അതിലൊന്നാണ് അവൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചത്, അല്ലാതെ ഹീറോയിൻ്റെ ഫോണല്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ സാം ഇപ്പോൾ അവരുടെ വീടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ബൈനോക്കുലർ ഉപയോഗിച്ച് ദൂരെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം ഇങ്ങനെ നോക്കാണ്. അങ്ങനെ നോക്കുന്ന സമയത്താണ് താഴെ നമ്മുടെ ഹീറോയിൻ ഈ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അതുപോലെ അവൾ നിൽക്കുന്ന ഇതെല്ലാം കാണുമ്പോഴത്തേക്കും അവനായാലും അഡൾട്ട് ആയല്ലോ, അതുകൊണ്ട് തന്നെ അവളോട് ചെറിയ രീതിയിൽ ഇഷ്ടം തോന്നി തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ഈ മാവെല്ലാം വെച്ചിട്ട് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സാം ആണെങ്കിലോ അടുത്തുള്ള ഒരു പുഴയിൽ നിന്നും മീനെല്ലാം പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പോഴേക്കാണ് അവൾ പെട്ടെന്ന് അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് ബാ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ ഈ ഒരു മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവൻ്റെ ശ്രദ്ധ മുഴുവനും അവളോട് എങ്ങനെ അവൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നതാണ്. അതുകൊണ്ട് അവന് പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല. പകരം എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളെ കിസ് ചെയ്തിട്ട് അങ്ങനെ ഓടിപ്പോവും. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഹീറോയിനും മനസ്സിലായി അവൻ എന്തോ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ അവൾക്കാണെങ്കിൽ വലിയ ദേഷ്യം വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്കും അവനെ ചെറിയ രീതിയിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഈ ഒരു ഭൂമിയിൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വഴിയില്ല. അതേസമയം നമ്മുടെ സാം ആണെങ്കിലോ നേരെ ആ ഒരു ഗ്യാരേജിലേക്ക് വന്ന് ആ ഒരു ട്രാക്ടറിന്റെ മുകളിലേക്ക് കയറിയിട്ടാണ് ഇപ്പൊ അവൻ ചെയ്തത് ശരിയാണോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് അവൻ ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം അന്ന് രാത്രി കാണിക്കുമ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ചെയ്തിരുന്ന ആ ഒരു കൃഷി ഉണ്ടല്ലോ അതെല്ലാം മഴയിൽ നനഞ്ഞു പോകുന്നു. ഹീറോയിൻ ആണെങ്കിലും മഴയത്ത് വന്നിരുന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമാണ് അവളെ വന്നിട്ട് സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മുടെ സാം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു വലിയ ട്രാക്ടർ ഉണ്ടല്ലോ അതെടുത്ത് നേരെ ഹീറോയിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആകെ സന്തോഷമായി. ആദ്യം ഒരു തവണ അവൻ പറയുമ്പോഴത്തേക്കും അതൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് ആ ഒരു ട്രാക്ടറിന്റെ പുറകിലേക്ക് വെച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനം എടുക്കുകയാണ്. മറ്റുള്ള മനുഷ്യർ എവിടെയെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനും പുതിയ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ജീവിക്കാനും വേണ്ടി. അങ്ങനെ അവർ പതിയെ ആ ഒരു നഗരം വിട്ടിങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് ഈ ബ്ലോക്കായി കിടക്കുന്ന കാറുകളൊക്കെ ഉണ്ടല്ലോ അത് ഈ ഒരു ട്രാക്ടറിന്റെ മുൻഭാഗം വെച്ചിട്ട് അങ്ങനെ എടുത്ത് മാറ്റുന്നു. അവിടെ മറ്റു വണ്ടികളിൽ നിന്നുള്ള പെട്രോൾ എല്ലാം ശേഖരിച്ചിട്ട് ഈ ഒരു ട്രാക്ടറിൽ ഒഴിച്ച് അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ മുന്നോട്ട് ഇങ്ങനെ പോകുന്നത്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ അടുത്തുള്ളൊരു കാറിനകത്തേക്ക് ചെന്നിട്ട് ഒരു മേക്കപ്പ് കിറ്റ് ഉണ്ട്, അതെടുത്ത് അതിൽ നിന്നും ലിപ്സ്റ്റിക് എടുത്ത് ഇങ്ങനെ ചുണ്ടിലേക്ക് ഇടും. എന്നിട്ട് സാമിനോട് ചോദിക്കും, അല്ല ഇതെങ്ങനെയുണ്ട്, സുന്ദരിയാണോന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ ചോദിക്കും, അല്ല ഇതിപ്പോൾ എന്തിനാ നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ല നമ്മളിപ്പോൾ ആ ഒരു സിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് പയ്യന്മാരുണ്ടെങ്കിലോ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സാമിനെ
ഒരുപക്ഷെ ഹീറോയിൻ തന്നെ വിട്ട് പോവില്ലേ എന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും മുന്നിലേക്ക് തന്നെ പോവാണ്. ഇപ്പോൾ ഈ ഒരു ഭൂമി എത്രത്തോളം നശിച്ചെന്ന് ഈ ഒരു സീനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്ന സമയത്ത് ഇവർ ആ ഒരു ട്രാക്ടറുടെ അടുത്തേക്ക് നിർത്തിയിട്ട് അതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം ഹീറോയിനോട് ചോദിക്കുന്നത്, നിനക്ക് അച്ഛനുമില്ല എനിക്ക് അമ്മയുമില്ല, അല്ല നിന്റെ അമ്മ മരിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഇംഗ്ലണ്ട് വിട്ട് ഇവിടേക്ക് വന്നത്? അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് ഹീറോയിൻ പറയുമ്പോൾ സാം പറയും, നീ ഇവിടെ വന്നതുകൊണ്ടാണ് ആ വെള്ളത്തിലേക്ക് ചാടി എന്നെ നീ രക്ഷപ്പെടുത്തിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലോകത്ത് ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. അതുമല്ല നീ ഇവിടെ വന്നതുകൊണ്ടാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു വെള്ളത്തിലേക്ക് ചാടി നീയും രക്ഷപ്പെട്ടത് എന്നെല്ലാം പറയുമ്പോൾ അതെ അത് സത്യമാണെന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇവര് ആ ഒരു ബാഴ്സലോണ സിറ്റി ഉണ്ടല്ലോ അവിടേക്ക് ഇവരാണ്. ആളുകളെല്ലാം ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിച്ചാണ് ഇവർ വരുന്നത്. പക്ഷെ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു നഗരം മുഴുവനായിട്ടും നശിച്ചു കിടക്കാണ്. ഒരൊറ്റ മനുഷ്യനെ പോലും കാണാനില്ല. ഇത് കാണുന്ന നമ്മുടെ ഹീറോയിനായാലും അതേപോലെ തന്നെ സാമിനായാലും നല്ലതുപോലെ ടെൻഷനായി. കാരണം ഒരൊറ്റ മനുഷ്യനെ പോലും കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് അവളുടെ അച്ഛനെ വിളിച്ചതിനെ നോക്കുന്നുണ്ട്. പക്ഷെ അവളുടെ അച്ഛനെ കോള് പോകുന്നില്ല. കാരണം സിഗ്നൽ ഇല്ല. മനുഷ്യരാരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ഫോണിന്റെ സിഗ്നലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം അവർ ചെയ്തേനെ. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നമ്മളിവിടെ വന്നത് തന്നെ വേസ്റ്റാണ്. എൻ്റെ അച്ഛൻ അവസാനമായിട്ട് പോകുമ്പോൾ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു വിഷമം കാരണം അവൾ നല്ലതുപോലെ കരയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് ആ ഒരു സിറ്റിയുടെ നടുവിലേക്ക് വണ്ടി കൊണ്ടിങ്ങനെ നിർത്തുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഒരൊറ്റ മനുഷ്യർ പോലും അവിടെ ഇല്ലാന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാവുന്നത്. അതുമല്ല ഇവരിപ്പോൾ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ആരോ ഒരാൾ ഉള്ളതുപോലെ. കാരണം വെളിയിൽ ഈ ഒരു കസാര മറ്റു കാര്യങ്ങൾ ടെന്റ് അടിച്ച ആ ഒരു കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഇവരായാലും തോക്കെല്ലാം എടുത്തിട്ട് പതിയെ അതിനകത്തേക്ക് കയറിപ്പോവാണ്. അകത്തേക്ക് ചെന്ന് വിളിച്ചു നോക്കുമ്പോൾ ആരെയും അങ്ങനെ കാണാനില്ല. ഒരുപക്ഷെ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ട്രാപ്പ് ആയിരിക്കോ എന്നും നമുക്കൊരു സംശയമുണ്ട്. അങ്ങനെ രണ്ടുപേരും പേടിച്ച് അകത്തേക്ക് ചെല്ലുന്ന സമയത്താണ് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം. അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതൊരു കുഞ്ഞൊന്നുമല്ല, അതൊരു പാവയാണ്. അതുമല്ല അവിടെ ഒരുപാട് പാവകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നത് ആരോ കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കുഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇതുപോലെല്ലാം ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ വെളിയിൽ എന്തോ ഒന്ന് തട്ടുന്ന ശബ്ദം. അത് കേട്ടിട്ട് രണ്ടുപേരും പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് എന്താണെന്ന് നോക്കുമ്പോൾ ഇവിടെ താമസിച്ചിരുന്നത് സത്യത്തിൽ ഒരു ലേഡിയായിരുന്നു. അവരാണെങ്കിൽ വേറെ വഴിയില്ലാതെ അടുത്തുള്ള മരത്തിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. അവരുടെ ശരീരമാണ് കാറ്റിലാടിയിട്ട് ആ ഒരു മരത്തിൽ വന്ന് തട്ടുന്നത്. ഇത് കണ്ട് രണ്ടുപേരും നല്ലതുപോലെ ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും പോകുന്നത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ വേൾഡ് കപ്പ് എല്ലാം നടക്കുന്ന സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ സാമിനൊരു ആഗ്രഹം. കാരണം അവൻ വേൾഡ് കപ്പ് കളിക്കുമെന്ന് മുന്നേ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ഫുട്ബോൾ എടുത്തിട്ട് അങ്ങനെ ആ ഒരു ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുകയാണ്. ഗോൾ ഇല്ലാത്ത ആ ഒരു പോസ്റ്റിലേക്ക് ഇത്രയും വലിയൊരു ഗ്രൗണ്ടിൽ, അതും ഒരുപാട് വലിയ വലിയ മത്സരങ്ങൾ നടക്കുന്ന ഈ ഒരു സ്ഥലത്ത്. അതുപോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് രണ്ടുപേരും അടുത്തേക്ക് വരുമ്പോൾ രണ്ടുപേർക്കും പെട്ടെന്ന് റൊമാൻസ് ആയെന്ന് തോന്നുന്നു. അങ്ങനെ പരസ്പരം കുറേ നേരം നോക്കി നിന്നിട്ട് അവളുടെ ഫോണാണെങ്കിലും താഴെ വീണു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും സാധാരണ അവസ്ഥയിലേക്ക് വന്ന് അങ്ങനെ ആ ഒരു ഫോൺ എടുത്തിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അതുമല്ല അന്നത്തെ രാത്രി അവർ കഴിയുന്നത് ഈ ഒരു സ്റ്റേഡിയത്തിൽ തന്നെയാണ്. അതുമല്ല രണ്ടുപേരും നല്ല റൊമാൻറ്റിക് മൂഡിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വേറെ എന്താണ്, രണ്ടുപേരും റൊമാൻറ്റിക്കിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇല്ലേ ഈ ഭൂമിയിൽ? അങ്ങനെയാണെങ്കിൽ പുതിയ മനുഷ്യരാശിക്ക് നമ്മളായിരിക്കും തുടക്കക്കാര് എന്ന് പറയുമ്പോൾ അവൻ പറയും, അത് ശരിയായിരിക്കും. പക്ഷെ എനിക്കാണെങ്കിൽ 10 കുട്ടികളെ വേണം, എന്നാലേ എനിക്കൊരു ഫുട്ബോൾ ടീമിനെ റെഡിയാക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവര് ആ ഒരു ട്രാക്ടറിൽ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോവാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് ഇപ്പോൾ അവസാനമായിട്ട് ഇവരെത്തുന്നത് ഒരു ബീച്ചിനടുത്തായിട്ടാണ്. അവിടെ അടുത്തായിട്ട് ഒരു കേടാവാത്ത വീടുണ്ട്. അങ്ങനെ ഇനിയുള്ള ജീവിതം ഇവിടെ തന്നെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനമെടുത്ത് അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ പ്രഗ്നന്റ് ആയി. ആ ഒരു കാര്യം സാമിനോട് പറയുന്നു. അവന് നല്ല സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും ലൈബ്രറിയിലേക്ക് ചെന്ന് അവിടെയുള്ള ബുക്ക് എടുത്തിട്ട് അവരുടെ കുഞ്ഞിന് വേണ്ടി നല്ലൊരു പേരിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ സാമു ഒന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല നമുക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് പേരിടണം എന്നെല്ലാം ചോദിക്കുമ്പോൾ സാമു പറയും, ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ കാന്ന് പേരിടാം. അങ്ങനെ അവളാണെങ്കിലും ഓക്കെ എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് മാസങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ നല്ലതുപോലെ പ്രഗ്നന്റ് ആയി. അതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഹീറോയിൻ പ്രസവിക്കുകയും ചെയ്തു, അതും ഒരു ആൺകുഞ്ഞിനെ. അപ്പോൾ നമ്മുടെ സാമു പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കുട്ടിക്ക് കായ് എന്നുള്ള പേരും വെക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഹീറോയിൻ ആ ഒരു ബീച്ചിന്റെ അടുത്ത് ഇരിക്കുന്ന സമയത്താണ് കടലിലൂടെ ഒരു പായ് കപ്പൽ ഇങ്ങനെ പോകുന്നത് കാണുന്നത്. ഇത് കാണുന്നതും അതിൽ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ ഓടി അവിടേക്ക് ചെന്ന് നമ്മുടെ സാമിനോട് ഈ ഒരു കാര്യം പറയുമ്പോൾ സാമു പറയും, ഇനി അതിന്റെ ആവശ്യമില്ല, അതാരായാലും നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് രണ്ടുപേർക്കും നമ്മൾ മാത്രം മതി, വേറെ ആരും നമ്മുടെ ഈ ഒരു ജീവിതത്തിലേക്ക് വരണ്ടെന്നാണ് സാം ഇപ്പോൾ പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് സാം അവിടെ നിന്ന് പോകുന്നതും ഹീറോയിൻ അതൊന്നും വലിയ കാര്യമാക്കാതെ നേരെ ആ ഒരു ബോട്ടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം ജീവിക്കാന്നുള്ള രീതിയിൽ അവളും കൈ കാണിച്ചിട്ട് ഹലോ ഹലോ എന്നല്ല ഇങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട്. അതേസമയം ആ ഒരു ബീച്ചിന്റെ സൈഡിൽ കാണിക്കുമ്പോൾ ആരോ ഒരാള് ആ ഒരു കടൽ തീരത്തായിട്ട് ഇങ്ങനെ കിടക്കാണ്.
അപ്പോൾ ഇതെന്തായാലും ആ ഒരു ബോട്ടിൽ വന്ന ആളായിരിക്കും. ഈ ഒരു കാര്യം കണ്ട് ഹീറോയിൻ ഇത് സാമിനോട് പറയുമ്പോൾ രണ്ടുപേരും അടുത്തേക്ക് വന്നിട്ട് ജീവനുണ്ടോ എന്ന് നോക്കുമ്പോൾ അയാൾക്ക് ജീവനുണ്ട്. അതുമല്ല തലയിൽ നല്ലതുപോലെ പരിക്കെല്ലാം പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇയാൾക്ക് ബാൻഡേജ് എല്ലാം വെച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് ഇയാളോട് കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾക്ക് ഇവർ ആഹാരമെല്ലാം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല സന്തോഷമായി. ഒരുപാട് നാളായിട്ട് വേറൊരു മനുഷ്യനെയും അയാൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവരെ കാണുമ്പോൾ ആ ഒരു സന്തോഷം അയാൾക്കുണ്ട്. അപ്പോഴയാൾ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാൾ സംസാരിച്ചത് കാറ്റിനോടും മഴയോടും വെള്ളത്തിനോടും കടലിലെ മീനുകളോടും മാത്രമാണ്. ഒരു മനുഷ്യനെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? അതുമല്ല ഞാൻ ചിരിച്ചിട്ട് തന്നെ ഒരുപാട് നാളായി എന്നെല്ലാം പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ട് ഇവർക്ക് നല്ല സന്തോഷമായി. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയും പറയും, ശരി അങ്ങനെയാണെങ്കിലേ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ സാമിന്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറും. അങ്ങനെ സാമിന്റെ മുഖം കണ്ട അയാളാണെങ്കിലും പെട്ടെന്ന് ഹേയ് അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ബോട്ടിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്, ഫുഡ് കാര്യങ്ങളെല്ലാം, ഞാൻ അവിടെ തന്നെ പോയി കിടന്നോളാം. അതുമല്ല അയാൾ പോകുന്നതിന് മുന്നേ ഇവരോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ കഴിയോ? എന്താ? ഇല്ല, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ കഴിയോ? ഞാൻ ഒരുപാട് നാളായി ഒരാളെ കണ്ടിട്ട്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അയാളെ ഇങ്ങനെ ഹഗ് ചെയ്യാണ്. എന്നിട്ട് അയാളുടെ ബോട്ടിൽ തന്നെ ഉറങ്ങാനായിട്ട് പോവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ അയാൾ വീണ്ടും ഇവിടേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയെ വന്ന് സംസാരിക്കുന്നു. അതേപോലെ തന്നെ ഹീറോയിനോട് ഒരുപാട് നേരം വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നു. അതുമല്ലാതെ ഇവരുടെ കുഞ്ഞിനെല്ലാം വാങ്ങിയിട്ട് നല്ലതുപോലെ കളിപ്പിക്കുന്നു. സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഓക്കെ, പക്ഷെ ഇതത്ര ശരിയല്ല, കുറച്ച് ഓവറായിട്ടാണ് പോകുന്നത് എന്ന് നമ്മുടെ സാമിന് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ ആ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയം ഇവൻ ഒളിച്ചു നിന്നിട്ട് അതിങ്ങനെ കാണുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ സാം കണ്ടിട്ട് ഹേയ് നീ എന്തായി ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ലില്ല ഞാൻ കുഞ്ഞിന് തേൻ എടുത്തുകൊണ്ട് വന്നാണ്, ഇത് പാലിനോടൊപ്പം ചേർത്ത് കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നല്ല ആരോഗ്യവാനായിട്ടിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഇവരോട് ആ ഒരു തേനിനെ പറ്റി ഇങ്ങനെ പറയും. ഈ ഒരു തേൻ പ്രത്യേക തരത്തിലുള്ള ഒരു പൂവിൽ നിന്നാണ് ഈ തേനീച്ചകൾ എടുക്കുന്നത്. അത് ഞാൻ താമസിക്കുന്ന ആ ഒരു ദ്വീപിലുണ്ട്. കാരണം ഈ ഒരു ലോകം നശിച്ചതിന് ശേഷം ഞാൻ ആ ഒരു ദ്വീപിലാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ആ ഒരു ദ്വീപിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് അയാൾ ആ ഒരു തേൻ അവിടെ വെച്ചിട്ടാണ് ഇവരോട് പറയുന്നത്, ശരി ഞാൻ എന്തായാലും തിരിച്ച് ആ ഒരു ദ്വീപിലേക്ക് പോകാൻ പോവാണ്. അതിനു മുന്നേ ഇന്ന് രാത്രി ഞാനൊരു പാർട്ടി വെക്കുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ സാം പറയും, സോറി ഞങ്ങൾക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയും പെട്ടെന്ന് അത് കുഴപ്പമില്ല ഞങ്ങൾ വരാന്നുള്ള രീതിയിൽ അയാളോട് പറയുന്നതും ഇത് കേട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രാത്രിയാവുന്നതും നമ്മുടെ ഹീറോയിൻ ആ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ പുറപ്പെടുകയാണ്. അതുമല്ല നമ്മുടെ സാമിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല അവരോട് പോകാനായിട്ട്. എന്നിരുന്നാലും വേറെ വഴിയില്ലാതെ ഇവരിപ്പോൾ ഈ ഒരു കരയിൽ നിന്നും ചെറിയൊരു ബോട്ടിലാണ് ആ ഒരു ബോട്ടിലേക്ക് പോകുന്നത്. അതുമല്ല പോകുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഇന്ന് രാത്രി വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ബോട്ടിൽ കഴിയാം എന്നെല്ലാം പറയുമ്പോൾ സാമു പറയും, ഇല്ല അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ എന്തായാലും പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ട് നിൽക്കുകയാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അപ്പോഴും നമ്മുടെ ഹീറോയിനാണ് ഒന്നും സമ്മതിക്കാത്തത്. അവള് പറയും, ഇല്ല കുഴപ്പമില്ല ഞങ്ങൾ ആ ഒരു ബോട്ടിൽ തന്നെ താമസിക്കാന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ബോട്ടിലേക്ക് ചെന്നിപ്പോൾ ആ ഒരു പാർട്ടിയെല്ലാം നല്ലതുപോലെ ആഘോഷിക്കുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അവർ ആ ഒരു ബോട്ടിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ സാം എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബോട്ട് ഇപ്പോൾ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സാമു പെട്ടെന്ന് എഴുന്നേറ്റ് ഇത് കടലിലേക്ക് പോകാണല്ലോ, നമുക്കിനി കരയിലേക്ക് പോകാൻ കഴിയത്തില്ല എന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു സ്പാനർ എടുത്ത് സാമിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി, എന്നിട്ട് നമ്മുടെ സാമിനെ തള്ളി വെള്ളത്തിലേക്ക് ഇടുന്നതും ഇത് കാണുന്ന ഹീറോയിൻ ഓടി വന്നിട്ട് അവന് നീന്തൽ അറിയത്തില്ല എന്നും പറഞ്ഞ് അവളും ആ ഒരു വെള്ളത്തിൽ പോയി കിടക്കുന്ന സാധനമുണ്ടല്ലോ അതും എടുത്ത് വെള്ളത്തിലേക്ക് എടുത്ത് താഴേക്ക് ചാടും. അങ്ങനെ ഇവർ രണ്ടുപേരും അതിൽ പിടിച്ചു കിടക്കുന്ന സമയത്ത് ഇവരുടെ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവൻ ആ ഒരു ബോട്ടിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. കാരണം ഇവരുടെ കുഞ്ഞിനെ കൊണ്ട് അയാളുടെ ദ്വീപിലേക്ക് പോയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം നമ്മുടെ ഹീറോയിനാണ്. ആ ഒരു ദേഷ്യവും നമ്മുടെ സാമിന് നല്ലതുപോലെ തന്നെ ഉണ്ട്. നല്ലവനെ പോലെ സംസാരിച്ച് അവസാനം അവന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. ഇതാണ് പുതുതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആരെയും പെട്ടെന്ന് കയറി വിശ്വസിക്കരുത് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും ഒരു വിധത്തില് നീന്തി നേരെ കരയിലേക്ക് ഇവർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് രണ്ടുപേർക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്നുള്ള അറിയത്തില്ല. അതുമല്ല നമ്മുടെ സാമിനാണെങ്കിൽ ദേഷ്യം കാരണം അവിടെയുള്ള ആ ഒരു മൺവെട്ടിയെടുത്ത് താഴേക്കെല്ലാം നല്ലതുപോലെ ഇങ്ങനെ വെട്ടുന്നുണ്ട്. ഹീറോയിൻ ആ ഒരു തേൻ കുപ്പി ഉണ്ടല്ലോ അതെടുത്ത് താഴേക്ക് എറിഞ്ഞു പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഇവരെ രണ്ടുപേരുടെ കയ്യിലൊരു മാപ്പുണ്ട് അത് വെച്ച് ഈ ഒരു കടലിൽ എവിടേക്കാണ് ദ്വീപുള്ളതെന്ന് ഇവരിങ്ങനെ നോക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല ദ്വീപുകളുണ്ട്. ഇപ്പൊ ഏത് ദ്വീപിലേക്കാണ് അവൻ പോയിട്ടുള്ളതെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കടൽക്കരയിൽ നിന്നിട്ട് തന്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരുമോ ഇല്ലെന്ന് നോക്കി അങ്ങനെ നിൽക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ നല്ലതുപോലെ നല്ല ബുദ്ധിയോടെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. കാരണം ഇവിടെ ഒരുപാട് ദ്വീപുകളുണ്ട്, എന്തായാലും അവൻ താമസിക്കുന്ന ആ ഒരു ദ്വീപ് കണ്ടുപിടിക്കണം. അതുമല്ല അവൻ ആ ഒരു ദ്വീപിൽ ഒരു പ്രത്യേകതരം പൂ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇവരോട്. ആ ഒരു പൂവ് ഏത് ദ്വീപിലാണ് പിടിക്കുന്നത് എന്നെല്ലാം ആ ഒരു ബുക്കിൽ നോക്കിയല്ലേ ഇവർ മനസ്സിലാക്കും. എന്നിട്ട് ആ ഒരു ദ്വീപിൽ തന്നെ അയാൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ഇവർ ചെറിയൊരു ബോട്ട് എടുത്തിട്ട് നേരെ അവിടേക്ക് പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ചെന്ന് ആ ഒരു ദ്വീപ് കണ്ടുപിടിച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ അവന്റെ ബോട്ട് അവിടെ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ രണ്ടുപേരും ആ ഒരു ബോട്ടിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിനകത്ത് അവനെ കാണാനില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ദ്വീപിനുള്ളിൽ തന്നെ കാണുമെന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും
അവിടേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ആ ഒരു വശത്തേക്ക് രണ്ടുപേരും നല്ല വേഗതയിൽ ഓടി ചെല്ലുന്ന സമയത്താണ് ആരോ വരുന്നത് പോലെ പെട്ടെന്ന് ഒരിടത്തേക്ക് ഒളിച്ചു നിൽക്കുമ്പോൾ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയല്ലോ അവനാണെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവാണ്. അവിടെയാണ് അവൻ താമസിക്കുന്നത്. അങ്ങനെ അവൻ ഇറങ്ങാനായിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ സാമിനോട് പറയുന്നുണ്ട് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് പറയുമ്പോൾ സാം പറയും, ഇല്ല ഇപ്പൊ ഷൂട്ട് ചെയ്താൽ ശരിയാവത്തില്ല, വേറെ ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യും, അതുകൊണ്ട് ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവനെ കൊല്ലാം. അങ്ങനെ ഒരുപാട് നേരം ഇവർ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ വേറെ ആരുമില്ല എന്ന് മനസ്സിലായി. അവൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ദ്വീപിൽ. അങ്ങനെ അവൻ തിരിച്ച് കയറി വരുന്ന സമയത്ത് ഹീറോയിൻ പറയും അവന് ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോൾ സാം പറയും കഴിയത്തില്ല, കാരണം അവൻ ഒരുപാട് ദൂരെ നിൽക്കാണ്, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയും. അങ്ങനെ അവനാണെങ്കിലും കുറെ ദൂരം നടന്ന് അടുത്തുള്ള കാടിനകത്തേക്ക് കയറി പോകുമ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ രണ്ടുപേരും ആ ഒരു കുഞ്ഞിനെ എടുക്കാനായിട്ട് ചെല്ലുകയാണ്. അതുമല്ല ആ കുഞ്ഞുള്ള ആ ഒരു സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ ഒരു കൂടിനകത്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിലോ അവനെ തന്നെ പോയിന്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കാണ്. അതുമല്ല താഴെയാണെങ്കിൽ ആ ഒരു പൂട്ട് വെച്ചതുകൊണ്ട് ഹീറോയിന് ഇപ്പോൾ അത് തകർക്കാനായിട്ട് കഴിയുന്നില്ല. സാം ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത്, പെട്ടെന്നാവട്ടെ എന്നെല്ലാം പറയുമ്പോൾ അവൾ മുകളിലേക്ക് വന്നിട്ട് അത് തകർക്കാൻ കഴിയുന്നില്ല, കുഞ്ഞുള്ളിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഹീറോയിൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ തോക്ക് എൻ്റെ കയ്യിൽ താ, എന്നിട്ട് നീ പോയിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് അവനെ നോക്കാം എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഓക്കെ ശരി നീ നല്ലതുപോലെ നോക്കുമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു തോക്ക് അവളുടെ കയ്യിൽ കൊടുത്ത് നമ്മുടെ സാം നേരെ താഴേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഹീറോ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കാരണം അവൾക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കണോ അതോ വില്ലനെ ശ്രദ്ധിക്കണോ എന്ന് അറിയാൻ കഴിയുന്നില്ല. ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ കുഞ്ഞ് കരയുന്ന ആ ഒരു വശത്തേക്ക് അവൾ നോക്കി നിൽക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വില്ലൻ ഇപ്പോൾ എങ്ങോട്ടാണ് പോയതെന്ന് അവൾക്ക് അറിയാൻ കഴിയുന്നില്ല. അവനെ മിസ്സായിപ്പോയി. അങ്ങനെ അവൾ നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ പുറകിലൂടെ വന്ന് നമ്മുടെ ഹീറോയിനെ അങ്ങ് പിടിക്കും. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് അവർ തോക്ക് പിടിച്ച് വാങ്ങുന്നതും നമ്മുടെ ഹീറോ ഓടി അടുത്തേക്ക് വരുമ്പോൾ അവനെ ആ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരെ ഇങ്ങനെ കെട്ടിയിടാണ്. അതുപോലെ അടുത്തുള്ളൊരു വലയിലാണ് അവരെ രണ്ടുപേരെ കെട്ടിയിട്ടേക്കുന്നത്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് അവനെ നോക്കിയിട്ട് പറയുന്നത് പ്ലീസ് എന്നെ ഒരിക്കലും കെട്ടിയിടരുത്, എന്നെ അഴിച്ചുവിട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ഓക്കെ വില്ലനോ ആലോചിക്കും ഇത് നല്ല ഡീലാണല്ലോ എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിനോട് പറയും ശരി അങ്ങനെയാണെങ്കിൽ നീ നേരെ കുഞ്ഞിനടുത്തേക്ക് ചെന്നിട്ട് അതിന് പാല് കൊടുക്ക്, എന്നാലേ കുഞ്ഞ് കരച്ചിൽ നിർത്തൂ എന്നും പറഞ്ഞ് അവളെ അഴിച്ചുവിട്ട് അവളോടൊപ്പം തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലാണ്. അതുമല്ല കുഞ്ഞിനെ എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് അവളെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത് വേണ്ട വേണ്ട കുഞ്ഞ് കുറച്ചുകൂടി കരയട്ടെ, നീ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യ്, ആ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാനായിട്ട് എന്ത് രസമാണെന്നറിയോ, എത്ര നാളായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കേട്ടിട്ട് എന്നെല്ലാം പറഞ്ഞ് ഒരു സൈക്കോയെ പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ആ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവന്റെ കഴുത്തിലുള്ള ആ ഒരു കീ എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നതും അവളാണെങ്കിലും പെട്ടെന്ന് കൂട് തുറന്ന് ആ ഒരു കുഞ്ഞിനെ എടുത്ത് അതിന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി അതിനിങ്ങനെ പാല് കൊടുക്കാണ്. അങ്ങനെ അവനായാലും പെട്ടെന്ന് മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ സാമിനെ ഇപ്പോൾ ഉപദ്രവിക്കാൻ പോവാണ്. അങ്ങനെ സാമിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് സാം പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും അവൾ നിന്നെ സ്വീകരിക്കത്തൊന്നുമില്ല, കാരണം അവൾ എന്റെ ഭാര്യയാണ് എന്നിങ്ങനെ പറയുന്നതും പുറകിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് കാടിനകത്തേക്ക് ഓടുന്നു. അപ്പോഴേക്കും അവൻ അവളെ ഫോളോ ചെയ്ത് പോവാന്നും പറഞ്ഞ് തിരിഞ്ഞു വന്നിട്ട് പെട്ടെന്ന് പറയും ഓക്കെ വേണ്ട, എന്തായാലും അവൾ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാമിന്റെ അടുത്തേക്ക് വന്ന് അവൻ ഇപ്പോൾ നല്ലതുപോലെ അടിക്കും. പക്ഷെ സാം ആണെങ്കിലോ പ്രതികരിക്കത്ത് പോലും ഒന്നുമില്ല, ഒന്ന് കരയത്ത് പോലുമില്ല. അതുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്ലെയർ എടുത്ത് അവന്റെ ശരീരത്തിലേക്ക് വെച്ച് നല്ലതുപോലെ ഇങ്ങനെ ഇറുക്കുന്നതും വേദന കാരണം ഇപ്പോൾ അവൻ നിലവിളിക്കുന്നു. അങ്ങനെ ഹീറോയിനാണെങ്കിലും ഓടിപ്പോകുന്ന സമയത്ത് അവൻ കരയുന്ന ആ ഒരു ശബ്ദം നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. തിരിച്ചു വരണ്ടെന്നാണ് അവൾ തീരുമാനിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ അവൾക്ക് അറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ സാം ആണെങ്കിലും ഒരുപാട് നേരം കരഞ്ഞ് അവസാനം അവന്റെ ബോധം പോയി. ഇപ്പോൾ അവൻ മിണ്ടുന്നില്ല. ഇപ്പോൾ വില്ലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ വില്ലൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ ഹീറോയിനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ കാടിനകത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടിട്ട് അത് ഫോളോ ചെയ്തിട്ടാണ് വില്ലൻ ഇപ്പോൾ ഇവരെ പുറകെ പോകുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആ കുഞ്ഞ് കരയാതിരിക്കാൻ വേണ്ടി കുഞ്ഞിന്റെ വായിലേക്ക് അവളുടെ വിരൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞ് അധികം അങ്ങനെ കരയത്തില്ല. അങ്ങനെ നമ്മുടെ വില്ലനെ ആ ഒരു കാടിനകത്ത് പലയിടങ്ങളിലായിട്ട് അവളിങ്ങനെ ചുറ്റിച്ചിട്ട് അവൻ അറിയാതെ അവസാനം സാം കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് കയറടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളെ കൊണ്ട് കഴിയുന്നില്ല. അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കത്തി എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കും. അങ്ങനെ അവനായാലും ആ ഒരു കത്തി വെച്ചിട്ട് കയറടിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിനു മുന്നേ തന്നെ നമ്മുടെ വില്ലൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവൻ ആ ഒരു തോക്ക് കാണിച്ചിട്ട് പറയും ഓ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് നീ ശ്രമിച്ചല്ലേ, ഇനി ഒരിക്കലും അത് നടക്കത്തില്ല. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലും. അതുമല്ലാതെ ഇവൻ സാം നിന്റെ ഭർത്താവ് അവനെ ഞാൻ കൊല്ലും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യും, ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കൂടിനകത്ത് വയ്ക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ എല്ലാം കേട്ട് ഇവിടെ തന്നെ കിടക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അവളും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവളുടെ കാലിലെ ബുള്ളറ്റ് തട്ടിപ്പോകുന്നത് പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് അവൾക്ക് ഇനി പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. എന്നിട്ട് അവളെ ഭീഷണിപ്പെടുത്തിക്കൂടി നിൽക്കുന്ന അതേ സമയം നമ്മുടെ സാം ആ കത്തി എടുത്തിട്ട് ആ ഒരു കയറ് പതിയെ കണ്ടിച്ച് അവൻ അറിയാതെ അവന്റെ പുറകിലൂടെ വന്ന് മുതുകിലേക്ക് ഒരു ഒറ്റ കുത്ത് കൊള്ളുന്നതും ഇവൻ പെട്ടെന്ന് തിരിഞ്ഞ് നമ്മുടെ സാമിന്റെ ഒരു ഒറ്റയടി. എന്നിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് അവസാനം സാമിന്റെ ബോധം പോയി. ഇനിയിപ്പോൾ ആ ഒരു വില്ല നമ്മുടെ സാമിനെ കൊല്ലാനായിട്ട് വരുമ്പോൾ അതിനു മുന്നേ തന്നെ ഹീറോയിൻ ആ ഒരു തോക്കെടുക്കാണ്.
എന്നിട്ട് പറയും നിർത്ത്, ഇനിയും നീ അത് ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ വില്ലൻ പറയും ഇല്ല, ഒരിക്കലും നീ അത് ചെയ്യത്തില്ല, കാരണം നിനക്ക് ആരെയും ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല, നീ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ അഹങ്കാരത്തോടെ ഹീറോയിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവനാണെങ്കിൽ അവളെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാം ആണെങ്കിലും പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൻ അടുത്തേക്ക് വരുന്ന സമയത്ത് ഹീറോയിൻ അവൻ്റെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. ഷോൾഡറിൽ കൊണ്ടതുകൊണ്ട് അവന് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ അടിച്ച് താഴേക്കിട്ട് ആ ഒരു തോക്കും താഴെ വീഴും. ആ ഒരു സമയത്ത് നമ്മുടെ സാം ഒരു മൺവട്ടി എടുത്ത് അവനെ വെട്ടാനായിട്ട് വരുമ്പോൾ അവൻ അത് പെട്ടെന്ന് തടയാണ്. എന്നിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് നമ്മുടെ സാമിനെ തള്ളി കളഞ്ഞിട്ട് നമ്മുടെ വില്ലന്റെ കയ്യിൽ ഇപ്പോൾ ആ ഒരു തോക്ക് കിട്ടുകയാണ്. സാമിന്റെ കയ്യിലാണെങ്കിൽ ഈ പുല്ലെല്ലാം ഇറക്കുന്ന ഒരു കത്തി, അതും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ രണ്ടുപേരും അടുത്തടുത്താണ് നിൽക്കുന്നത്. വില്ലന്റെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് സാം ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാണ് അവൻ നിൽക്കുന്നത്. പക്ഷേ സാം വിചാരിക്കുന്നത് ഇവനെ ഇങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ എന്തായാലും നമ്മൾ രണ്ടുപേരെ അടിമയാക്കും, അതുകൊണ്ട് വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല, ഇതാണ് ചാൻസ് എന്നും പറഞ്ഞ് അവൻ ആ ഒരു കത്തി കൊണ്ട് വില്ലനെ ഒരു ഒറ്റ വിട്ട്, അതേപോലെ തന്നെ വില്ലനാണെങ്കിലോ വീഴുന്നതിന് മുന്നേ നമ്മുടെ സാമിനെ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് രണ്ടുപേരും താഴേക്ക് വീഴുന്നത് നമ്മുടെ വില്ലനാണെങ്കിൽ നേരത്തെ തന്നെ മരിച്ചു. സാം കുറച്ച് പതിയെ അവൻ്റെ ആ ഒരു കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഹീറോയിൻ വരുമ്പോൾ അവളുടെ കയ്യിൽ കൊടുത്ത് അവനും താഴേക്ക് മരിച്ചു വീഴാണ്. ഇനിയിപ്പോൾ വേറെ വഴിയില്ല, അവൻ എന്തായാലും മരിച്ചു. അതുകൊണ്ട് ഒരുപാട് നേരം അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ എടുത്ത് അവൾ ആ ഒരു ബോട്ടിൽ തിരിച്ച് ഇവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വരും. അത് കഴിഞ്ഞപ്പോൾ തൻ്റെ മകനെ അവൾ ഒറ്റയ്ക്കാണ് വളർത്തുന്നത്. ഒരുപാട് നാൾ കഴിഞ്ഞ് ആ ഒരു പയ്യനാണെങ്കിലും വലുതായി. നമ്മുടെ സാമിനെ പറ്റിയുള്ള വീഡിയോസ് എല്ലാം അവൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ആ ഒരു പയ്യന് കാണിച്ചു കൊടുത്ത് ഇതാണ് നിന്റെ അച്ഛൻ എന്നെല്ലാം പറഞ്ഞാണ് അവളിപ്പോൾ ആ ഒരു പയ്യനെ വളർത്തുന്നത്. അങ്ങനെ അവസാനം സാമിന്റെ ഓർമ്മകളും വെച്ച് അവൾ തൻ്റെ മകനെ ഒറ്റയ്ക്ക് തന്നെ വളർത്തുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് പറയുന്നത് പെട്ടെന്ന് ആരെയും കയറി വിശ്വസിക്കരുതെന്ന്. ഈ ഒരു മൂവിയിൽ ആ ഒരു തെറ്റ് ആരാണ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് പെട്ടെന്ന് വരാം. അതുവരയ്ക്കും ബൈ.